ലോകത്തിൻ്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം, ദീനുൽ ഇസ്ലാം നമ്മളിലേക്ക് എത്തിച്ചു തന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിനെ എതിർത്തുകൊണ്ട് ഇസ്ലാമിൽ നടക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഹബീബായ തങ്ങളുടെ വാക്കിനെ നിഷേധിച്ച് നടക്കുന്നവർ, ഹബീബായ തങ്ങൾ ജന്നത്തുൽ ബഖീൽ പോയി നമുക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ദുഹാ സൂറത്തിൽ പറയുന്നതായി കാണാം, വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ, തങ്ങൾക്ക് നൽകിയതിൽ തങ്ങൾ തൃപ്തിപ്പെട്ടില്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഹബീബായ തങ്ങൾ അവിടെ നമുക്ക് വേണ്ടിയാണ് കരഞ്ഞു പറഞ്ഞത്, എൻ്റെ ഉമ്മത്തീങ്ങളിൽ നിന്ന് ഒരാൾ പോലും നരകത്തിൽ പോകുന്നത് എനിക്കിഷ്ടമില്ല എന്ന്. എന്നിട്ട് ഹബീബായ തങ്ങളെ നമ്മുടെ മനസ്സിൽ കുടിയിരുത്താതെ ഏതോ ഒരു പരിചയവുമില്ലാത്ത ആളെ നാം കുടിയിരുത്തുകയാണെങ്കിൽ നാളെ മഹ്ശറാവൻ ഭൂമിയിൽ സ്വന്തം മാതാപിതാക്കൾ പോലും മക്കളെ ഓർക്കാതെ സ്വയം നഫ്സിനെ ഓർക്കുന്ന എല്ലാവരും സ്വയം നഫ്സിനെ നഫ്സി നഫ്സി എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഏകതണലായി നിൽക്കുന്നത് അങ്ങകലെ മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങളുടെ ശഫാഅത്താണ്. ആ ശഫാഅത്തിൽ നമ്മളെല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.